ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ GTA ഷിൻചാൻ എങ്ങനെ കയറ്റാമെന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ക്രോം ഓപ്പൺ ചെയ്യണം. ക്രോമോ ഗൂഗിളോ മൈക്രോസോഫ്റ്റ് ഏത് വേണമെങ്കിലും ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആഡ്-ഓൺ പെറ്റ്സ് എന്നടിക്കുക, ADDONPEDS. എന്നിട്ട് മോഡ് ലാൻഡ് എന്ന് പറയുന്ന അതിലെ ആഡ്-ഓൺ പെറ്റ്സ് ഓപ്പൺ ചെയ്യാണ്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേനും അവിടെ ഒരു ലിങ്ക് കാണും, നീല കളർ, അതിൽ നിൽക്കുക. അപ്പോഴത്തേക്ക് നിങ്ങളെ അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഷിൻചാൻ മോഡ് GTA എന്ന് അടിക്കുക. അപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേനും ഒരു GTAവിൻ്റെ ലോഗോയിലുള്ള വെബ്സൈറ്റാണ് ഷിൻചാൻ ആഡ്-ഓൺ പെറ്റ് എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അതിനും നിങ്ങൾക്ക് റെഡ് ഷിൻചാൻ വേണമെങ്കിൽ ഇത് തന്നെ വേണം. അതിലിങ്ങനെ ഒരു നീല ഇത് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളെ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ OBS എന്നുള്ളതാണ്. OBSന് ലിങ്കൊക്കെ വന്നത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് GTA 5 ആഡ്-ഓൺ പെറ്റ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി OpenIV-യും നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറും രണ്ടും ഓപ്പൺ ആക്കി വയ്ക്കുക ഗായ്സ്. ഇങ്ങനെ രണ്ടും ഇങ്ങനെ ആക്കി വയ്ക്കുക. എന്നിട്ട് എഡിക്കുമ്പോൾ ഇപ്പോൾ ഓണാക്കണ്ട, GTA 5 ഫോൾഡർ എടുക്കുക. എന്നിട്ട് GTA 5 ഫോൾഡർ അല്ല, നമ്മളിതാ മറ്റേ ആഡ്-ഓൺ പെറ്റ്സ് ഇല്ലേ, അതിൻ്റെ മറ്റേ ഡൗൺലോഡ്സിൽ പോയിട്ട് ആഡ്-ഓൺ പെറ്റ്സിൻ്റെ ഫോൾഡർ എടുക്കുക. ആഡ്-ഓൺ പെറ്റ്സ് മോഡ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണും, അതെടുക്കുക ഗൈസ്. നിങ്ങൾ അതെടുത്തിട്ട് ഇത് ഓപ്പൺ ആയി കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റിയിട്ട് ആ സൈഡിലോട്ടാക്കിയിട്ട് ഇത് മാറ്റിയിട്ട് ഒരു സൈഡിൽ നമ്മുടെ മോഡ് ലാൻഡിൻ്റെ ഡൗൺലോഡ് ആക്കിയ ഫോൾഡറും ഒരു സൈഡിൽ നമ്മുടെ ഇതും എടുക്കുക. നിങ്ങൾക്ക് GTA 5 ഫോൾഡർ ഈ സൈഡിൽ ഈ ഡൗൺലോഡ്സൊക്കെ സൈഡിലുണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ GTA 5 ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ അതിനകത്ത് ഈ ആഡ്-ഓൺ പെറ്റ്സ് എഡിറ്ററും ആഡ്-ഓൺ പെറ്റ്സ് വാർസ് എന്ന് പറയുന്ന സാധനം GTA 5 ഫോൾഡറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റവും അടിയിൽ തന്നെ കാണാൻ പറ്റും. നിങ്ങൾ മോഡ്സ് അപ്ഡേറ്റ് 64 DLC പാക്സിൽ പോവുക. എന്നിട്ട് നിങ്ങൾ DLC പാക്കിലുള്ള ആഡ്-ഓൺ പെറ്റ്സ് DLC പാക്സിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇനി OpenIV ഓപ്പൺ ആക്കുക. ഒരു സൈഡിൽ OpenIV-യും ഒരു സൈഡിൽ മറ്റേ ഷിൻചാൻ്റെ ഇത് ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ആക്കുക. എന്നിട്ട് ആഡ്-ഓൺ പെറ്റ്സ് DLC പാക്കുള്ള ആഡ്-ഓൺ പെറ്റ്സിൽ പോവുക. DLC RPF നിൽക്കുക, പെറ്റ്സിൽ നിൽക്കുക. ഓക്കെ, അപ്പം നമുക്ക് പെറ്റ്സ് RPF നിൽക്കുക. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോൾഡർ കാണും. അതിനകത്ത് നിങ്ങൾ ഷിൻചാനിൽ ഇത് നിൽക്കുക. അപ്പോഴത്തേക്ക് ഏറ്റവും അടിയിൽ നിന്ന് 4 എണ്ണം കാണും. ആ 4 എടുത്ത് ഇതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഓപ്പണായി നിന്ന് മാറ്റിയിട്ട് ഇതെല്ലാം കൂടി ഡെസ്ക്ടോപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എനിക്ക് ഓൾറെഡി ഡെസ്ക്ടോപ്പിലുള്ളതാണ് റീപ്ലേസ് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ആഷിനി OpenIV ഓപ്പൺ ആക്കുക. OpenIV ഓപ്പൺ ആക്കിയിട്ട് ഷിൻചാൻ എന്നുള്ള ആ 4 എണ്ണവും കണ്ടുപിടിച്ചിട്ട് ഇതും 4 എണ്ണവും പിന്നെ വേറൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഇതും കൊണ്ടുപോയി ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് വേണം. എന്നിട്ട് OpenIV ഓഫ് ആക്കുക. എന്നിട്ട് GTA 5 ഫോൾഡറിൽ പോവുക. എന്നിട്ട് നേരെ ആഡ്-ഓൺ പെറ്റ്സ് എഡിറ്റർ എന്നുള്ളത് എടുക്കുക. അതിനകത്ത് ഇത് നിൽക്കുമ്പോൾ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു ഇത് കാണും. അതിനകത്ത് റൺ അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ഞെക്കിയിട്ട് ഇത് ഓൺ ആയവനെ കാണാം. ഞാൻ ഓൾറെഡി കുറേ ഇത് ആഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്ക് ആകെ വിക്ടോമാഫിയും സൂപ്പർമാനും മാത്രമാണ് വരുള്ളൂ. ഇതിനകത്ത് ഷിൻചാൻ 1 എന്ന് ടൈപ്പ് ചെയ്യുക, ഷിൻചാൻ 1. എന്നിട്ട് മെയിൽ കൊടുക്കുക.
റെമഡി ഫോൾസ് കൊടുക്കുക, ആഡ് ബിഡ് കൊടുക്കുക, എന്നിട്ട് അത് ഞെക്കൊണ്ട് റീബിൽഡ് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം ഓഫാക്കി കഴിഞ്ഞിട്ട് ഗെയിം നമുക്ക് ഓപ്പൺ ആക്കാം. ഗെയിമിനകത്ത് എങ്ങനെ കൊണ്ടുവരണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, നമ്മുടെ ആയിട്ടുണ്ട്. അതിപ്പോൾ ഓപ്പൺ ആകും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഗായ്സ്, നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം നമുക്ക് ഓപ്പണായി വരാൻ. ഓക്കെ, നമ്മുടെ GTA ഓപ്പണായി വരുന്നുണ്ട്. ഗായ്സ്, എനിക്കൊരു ഇൻട്രോ ഒന്നും വരാത്തതെന്ന് വെച്ചാൽ ഞാൻ 3 ഗ്രാഫിക്സ് മോഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഗെയിം ഓപ്പൺ ആകുമ്പോൾ കാണാൻ പറ്റും. നല്ല ഗ്രാഫിക്സുള്ള ഇതായിട്ടാണ് ഞാൻ ക്വാണ്ടിവിയും നാച്ചുറൽ വിഷ്വൽ ഇവോൾവഡും വിഷ്വൽ വ്യൂ ആണ് കയറ്റിയേക്കുന്നത്. അതുകൊണ്ട് നല്ല ഗ്രാഫിക്സാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ വീഡിയോയിലൊക്കെ കാണാൻ പറ്റും നന്നായിട്ട് ഗ്രാഫിക്സൊക്കെ ഇമ്പ്രൂവ് ചെയ്തുള്ള വീഡിയോസൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ ക്വാണ്ടിവി എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. എൻ്റെ PC വലിയ സ്പെക്കുള്ള PC ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം എടുക്കും ആവാൻ. ഗായ്സ്, പിന്നെ എൻ്റെ ചില വീഡിയോസൊക്കെ എൻ്റെ ഡ്രസ്സിൻ്റെ ബാക്ക് എൻ്റെ ലോഗോ ഉണ്ട്. അതെങ്ങനെ ഇൻസ്റ്റാൾ ആക്കണമെന്നുള്ള വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ നാച്ചുറൽ വിഷൻ ഇവോൾവഡും ക്വാണ്ടിവിയും വിഷ്വൽ വ്യൂ ഒക്കെ എങ്ങനെയാണ് GTA 5 ഇൻസ്റ്റാൾ ചെയ്യണ വീഡിയോ ആണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേപോലത്തെ ഇനി വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം ഗായ്സ്. നമ്മുടെ GTA 5 ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഗായ്സ്. അപ്പോൾ നമ്മുടെ GTA 5 ഇങ്ങനെ ഓപ്പണായി വരുന്നുണ്ട്. നമ്മുടെ PC സ്ലോ മറ്റേ സ്പെക്കൊക്കെ കുറവായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഗായ്സ്, നമ്മുടെ GTA 5 ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഗായ്സ് കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നല്ല അടിപൊളി ഗ്രാഫിക്സൊക്കെ. പണ്ടത്തെ വീഡിയോനേക്കാളും ഗ്രാഫിക്സ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നില്ല. അത് ഞാൻ ഈ ഗ്രാഫിക്സ് മോഡൊക്കെ കയറ്റിയതുകൊണ്ടാണ്. നമുക്ക് ഷിൻചാൻ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നോക്കാം. നിങ്ങൾ അതിനു വേണ്ടി ആദ്യം കുറച്ച് ഈ കോൾ തന്നെയുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കളയാം. ഗായ്സ്, നിങ്ങൾ മെനു ഓപ്പൺ ചെയ്യുക. മെനു ഓപ്പൺ ചെയ്തിട്ട് മെനു ക്ലോസ് ചെയ്യുക. എന്നിട്ട് F9 നിൽക്കുക. എന്നിട്ട് ഇതിനകത്ത് ഞെക്കിയിട്ട് FE പിടിച്ചേക്കുക. F9 പിടിച്ചേക്കിയിട്ട് FE പിടിച്ചേക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വേണം. അതിനകത്ത് ഞെക്കുക. എന്നിട്ട് പെഡി പോവുക. പെഡി പോയിട്ട് നമുക്ക് ഇൻപുട്ട് പെഡി പോവുക. ഏറ്റവും അടിയിലാണ്. അതിനകത്ത് ഷിൻചാൻ 1 എന്ന് ടൈപ്പ് ചെയ്യുക. ഷിൻചാൻ 1 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഷിൻചാൻ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഷിൻചാനിൽ പ്രശ്നമുണ്ട്. നമ്മുടെ പുറമേ ഒന്നും നടക്കില്ല. എൻ്റെ വീഡിയോസിലെ പോലെ പുറമേ ഒന്നും നടക്കില്ല. നമ്മുടെ പുറമേ ഒന്നും വരില്ല ഗായ്സ്. അത് വേണമെങ്കിൽ വേറെ കാര്യം ചെയ്യണം. അതും ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നാലാണ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഗായ്സ്, നമ്മുടെ ഈ ഷിൻചാൻ നമ്മുടെ പുറമേ വരില്ല ഗായ്സ്. ഈ ഷിൻചാൻ നമ്മളെ പുറമേ വരില്ല ഗായ്സ്. എന്നിട്ട് നമ്മുടെ പുറമേ അടക്കണമെങ്കിൽ നേരെ ഇല്ലുക. എന്നിട്ട് ബോഡി ഗാർഡ് ഓപ്ഷൻസിൽ പോവുക. മെനു ഓപ്പൺ ചെയ്തിട്ട് ബോഡി ഗാർഡ് ഓപ്ഷൻസിൽ പോവുക. എന്നിട്ട് സ്വാപ്പ് ആൻഡ് ബോഡി ഗാർഡിൽ പിടിച്ചേക്കുക. എന്നിട്ട് ഫേവറേറ്റ്സിൽ പോവുക. ഫേവറേറ്റ്സിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന സാധനമാണ് ഇതിൽ പിടിക്കുക. എന്നിട്ട് ആഡ് ന്യൂ പെഡ് മോഡലിൽ പിടിച്ചേക്കുക. എന്നിട്ട് അതിനകത്തും ഷിൻചാൻ 1 എന്ന് കൊടുക്കണം. ഷിൻചാൻ മാത്രം കൊടുത്താൽ പോലെ ഷിൻചാൻ 1 എന്ന് കൊടുക്കണം. മറ്റേ ബ്ലാക്കിലുള്ള ഷിൻചാൻ ആണെങ്കിൽ ഷിൻചാൻ എന്ന് കൊടുത്താൽ മതി. പക്ഷേ അതിൻ്റെ മോഡ് നമ്മൾ കയറ്റിയിട്ടില്ല. എന്നിട്ട് ഷിൻചാൻ 1 എന്ന് കൊടുത്തിട്ട് എന്തെങ്കിലും ലെറ്റർ കൊടുക്കും. ഞാനിപ്പോൾ K ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ K അടി വന്നിട്ടുണ്ടാകും. K പിടിച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷിൻചാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മെനു ക്ലോസ് ചെയ്യാം. നമുക്ക് മെനു ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഓടിയൊക്കെ പോവും. നമ്മളിങ്ങനെ പോകുമ്പോഴത്തേനും നമ്മൾ ഷിൻചാൻ നമ്മളെ പുറമേ വരുന്നത് കാണാൻ പറ്റും ഗായ്സ്. നമ്മുടെ ഷിൻചാൻ പുറമേ വന്നിട്ടുണ്ട് ഗായ്സ്. പക്ഷേ അതിന് അവിടെ കയറാൻ പറ്റില്ല ഗായ്സ്.
അപ്പോൾ ഗായ്സ് നമ്മൾ ഷിൻചാൻ നമ്മുടെ പുറകെയൊക്കെ സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഗ്രാഫിക്സ് മോഡും ലോഗോ ഒക്കെ ഇങ്ങനെ കയറ്റണമെന്നുള്ളതൊക്കെ ആണെങ്കിൽ, പിന്നെ GTA ടോട്ടലായിട്ട് മോഡ്സ് എങ്ങനെ ഡൗൺലോഡ് ആക്കാമെന്നുള്ളത് വേണമെങ്കിലും കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഗായ്സ്. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര കുറവാണ്. പകുതിയല്ല 3/4 പേരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം.